ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 31. യയാ ധർമ്മമധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥരാജസി. വിവർത്തനം. പാർത്ഥ, ധർമ്മമെന്ത് അധർമ്മമെന്ത്, ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. ശ്ലോകം 32. അധർമ്മം ധർമ്മമിതിയ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാ പാർത്ഥ താമസി. വിവർത്തനം. ഹേ പാർത്ഥ, വ്യാമോഹത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. ഭാവാർത്ഥം. തമോ ഗുണത്താൽ പ്രേരിതമായ ബുദ്ധി എപ്പോഴും ശരിയായ മാർഗം വിട്ട് അതിനെതിരായ വഴിക്കാണ് നീങ്ങുക. ശരിയായ ധർമ്മത്തെ ത്യജിച്ച് അയഥാർത്ഥ ധർമ്മങ്ങളെ സ്വീകരിക്കും. താമസ സ്വഭാവി ഒരു മഹാത്മാവിനെ സാധാരണക്കാരനായും വെറും ഒരു മനുഷ്യനെ മഹാത്മാവായും കരുതും. അവർ സത്യത്തെ അസത്യമാണെന്ന് കരുതുകയും അസത്യത്തെ സത്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഏതു വിഷയത്തിലും തെറ്റായ വഴിയാണ് അവർ സ്വീകരിക്കുക. തന്മൂലം അവരുടെ ബുദ്ധി താമസം, ഇരുളടഞ്ഞത് എന്നറിയപ്പെടുന്നു. ശ്ലോകം 33. ധൃത്യായയാ ധാരയതി മനഃ പ്രാണേന്ദ്രിയക്രിയാ യോഗേന വ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥ സാത്വികി. വിവർത്തനം. ഹേ പാർത്ഥ, യോഗാനുഷ്ഠാനത്താൽ നിലനിർത്തിയതും ദൃഢമായതും മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതുമായ നിശ്ചയം സാത്വികമാണ്. ഭാവാർത്ഥം. പരമാത്മജ്ഞാനത്തിനുള്ള ഒരു മാർഗമാണ് യോഗം. സ്ഥിരനിശ്ചയത്തോടെ മനസ്സിൻ്റെയും പ്രാണൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളെയെല്ലാം നിരന്തരം പരമാത്മാവിൽ കേന്ദ്രീകരിക്കുന്നവൻ കൃഷ്ണാവബോധത്തിൽ മുഴുകുന്നു. അത്തരത്തിലുള്ള നിശ്ചയദാർഢ്യം സാത്വികവുമാണ്. അവ്യഭിചാരിണ്യ എന്ന വാക്ക് ഇവിടെ സാരവത്താണ്. കൃഷ്ണാവബോധത്തിൽ മുഴുകിയവരെ മറ്റു പ്രവൃത്തികൾ ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിപ്പിക്കില്ലെന്ന് അത് സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.